I have two more words for you, two more similar words. അഡ്ജക്റ്റീവ് ആയിട്ടും അഡ്വേർബ് ആയിട്ടും ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റഡി. ഞാൻ ഓർക്കാൻ കാരണം എൻ്റെ വർക്ക് പ്ലേസിൽ ഒരാളിനോട് ചോദിച്ചു വാട്ട് ഇസ് ദ റിയൽ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റഡി അല്ലെങ്കിൽ കൺസിസ്റ്റന്റ്ലി ഓർ സ്റ്റഡിലി. സോ ദിസ് ഇസ് ദ എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്. കൺസിസ്റ്റന്റ്ലി എന്ന് പറയുന്നത് തുടർച്ചയായ സ്ഥിരമായ എന്ന അർത്ഥത്തിലാണ് രണ്ടും ഉപയോഗിക്കുക. കൺസിസ്റ്റന്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി ഉദ്ദേശിച്ചാണ്. ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഇയർലി സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യം അതിനെ കാണിക്കാനാണ് കൺസിസ്റ്റന്റ്ലി. ഹി കൺസിസ്റ്റന്റ്ലി റീഡ്സ് ന്യൂസ് പേപ്പർ. എല്ലാ ദിവസവും അവൻ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവൻ ന്യൂസ് പേപ്പർ വായിക്കണം. ഇതൊരു ഫ്രീക്വൻസി കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അവിടെ നമുക്ക് സ്റ്റഡിലി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സ്റ്റഡിലി നമ്മൾ പറയുന്നത് എപ്പോഴും അതിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അത് കൂടി പോകുക, താഴെ പോകുക, കുറച്ചുകൂടി ഇക്കണോമിക്കലായിട്ടുള്ള അവസ്ഥയിലൊക്കെയാണ് നമ്മൾ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു എന്താ പറയുക, മൈ ഇമോഷൻ ഈസ് നോട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ല, അത് പെട്ടെന്ന് ഡ്രോപ്പ് ആവുക അല്ലെങ്കിൽ പെട്ടെന്ന് കൂടി പോവുക, കുറയുക, അങ്ങനെ ഒരു രീതിയിലേക്ക്. സോ കൺസിസ്റ്റന്റ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. ഓക്കെ, നമുക്ക് ഒരേ അർത്ഥത്തിൽ പലരും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഐ ഹാവ് സീൻ സം കൺസിസ്റ്റന്റ് പ്രോഗ്രസ് ഇൻ ദ ബിസിനസ് എന്ന് പറയുന്നത്, പക്ഷെ അത് തെറ്റാണ്. അവിടെ സ്റ്റഡി പ്രോഗ്രസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അയാൾ ഉദ്ദേശിക്കുന്നത് ഇക്കണോമിക്കലി ആയിട്ടുള്ള കമ്പനിയുടെ വളർച്ച, അതിനെയാണ്. എല്ലാ ദിവസവും കമ്പനി വളരുന്നു എന്നാണ് കൺസിസ്റ്റന്റ്ലി എന്നുള്ള വേർഡ് അദ്ദേഹം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സെന്റൻസിന് അർത്ഥം വരാം. സ്റ്റഡി എന്ന് പറഞ്ഞാൽ ബൈ പ്രോഫിറ്റ് അയാൾക്ക് ഒരു സ്റ്റഡി ആയിട്ടുള്ള സ്ഥിരമായിട്ട് താഴേക്ക് പെട്ടെന്ന് ഡ്രോപ്പ് വരാതെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹംപ് വരാതെ അവർ കണ്ടിന്യൂ ആയിട്ട് അത് ആ ഒരു ഇപ്പോൾ 1% ഹൈക്കാണ് എല്ലാ ഇയർലെയും അല്ലെങ്കിൽ എല്ലാ മാസത്തെയും പ്രോഫിറ്റ് ഷെയറിംഗിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏർണിംഗിൽ അയാൾക്കുള്ളതെങ്കിൽ അത് സ്ഥിരമായിട്ട് അത്രയും തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്നതിനാണ് സ്റ്റഡി ഉപയോഗിക്കുക. അതേ അർത്ഥമാണ് കൺസിസ്റ്റന്റ്ലി അല്ലെങ്കിൽ കൺസിസ്റ്റന്റ്. പക്ഷെ നമ്മളത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കില്ല. അത് എല്ലാ മാസവും ഐ ആം വിസിറ്റിംഗ് മൈ ഗ്രാൻഡ് പാരൻസ് കൺസിസ്റ്റന്റ്ലി എന്ന് വെച്ചാൽ ഞാൻ നിശ്ചിത ഇടവേളകളിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ സ്ഥിരമായിട്ട് സന്ദർശിക്കാറുണ്ട് എന്ന് കാണിക്കാനാണ് കൺസിസ്റ്റന്റ് എന്നുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക. അതേ സ്ഥിരമായ എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ ആ സ്ഥിരത എന്ന് കാണിക്കാനാണ് നമ്മൾ സ്റ്റഡി എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. പലരും ഇത് മിക്സ് ആയിട്ട് ലൈക്ക് മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വി വിൽ കം വിത്ത് അനദർ എക്സാമ്പിൾ. ഫോളോ യുനോയ ഇംഗ്ലീഷ്.